ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഫസ്ന. ഇന്നൊരു അറബി കാലിഗ്രഫി ചെയ്താൽ എങ്ങനെയിരിക്കും? അതിനു മുന്നേ നമ്മുടെ ഒരു വ്യൂവറെ നെയിം പറയാം, ഷെൻസ. ഹലോ ഷെൻസ. ഇതേപോലെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ പേരും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടന്നാലോ? ഈ കാലിഗ്രഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരു പേപ്പറും ഒരു പെൻസിലും. എൻ്റെ പെൻസിലിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അത് പണ്ടൊരു ദിവസം ഞാൻ ഒരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു, ഡ്രോയിങ് കോമ്പറ്റീഷൻ. അന്ന് യൂസ് ചെയ്തിരുന്നൊരു പെൻസിലായിരുന്നു. അത് ഒടിഞ്ഞു പോയി. അതിൻ്റെ ഒരു ഹാഫ് ഭാഗം ഒടിഞ്ഞു പോയി. അതങ്ങനെ. പക്ഷെ നമുക്ക് അത് ഒടിഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. കാണാൻ ഭംഗിയില്ലെങ്കിലും ഉപകാരമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കതിന് പ്രൈസൊന്നും കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ എല്ലാ കോമ്പറ്റീഷനും കൂടാറുണ്ട് ഡ്രോയിങ്ങിൻ്റെ. പക്ഷെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടാൻ. അങ്ങനെ ഉണ്ടാവില്ലേ ചിലതൊക്കെ നമുക്ക് ഭയങ്കര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അതിലൊന്നാണ് ഈ ഡ്രോയിങ്. എനിക്ക് അതിൻ്റെ ABCD അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതൊന്ന് പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ സ്കെച്ച് പെന്നുണ്ടല്ലോ, അതിൻ്റെ ബ്ലാക്ക് കളർ എടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഫില്ലിങ്ങിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ സൈഡിലൂടെ എല്ലാതും സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്കെച്ച് ചെയ്തതിന് ശേഷം നമുക്കത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഈ ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ നമുക്കത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. വെറുതെ ഇരിക്കുമ്പോൾ പാട്ട് പാടാനൊരു രസമാണല്ലേ? പക്ഷേ ഞാൻ വെറുതെ ഇരിക്കുകയല്ല, എന്നാലും ഞാനൊരു പാട്ട് പാടാം. ദയവ് ചെയ്ത് ആരും എന്നെ ചീത്ത വിളിക്കരുത്, ബട്ട് ഞാൻ പാടും. കിളി വന്ന് കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയ ദാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ. അങ്ങനെ ഒരു പാട്ടോട് കൂടി ഇതിൻ്റെ ഫില്ലിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.